പിന്നെ എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം? ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ രാവും പകലും ഒക്കെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ഭൂമിയിലെ മനുഷ്യരെ ഭയപ്പെടണോ? സ്വർഗത്തിലും ഭൂമിക്കും അവകാശിയായ ദൈവം നമ്മളെ കൂടെയാണ് ഉള്ളത്. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ചില മനുഷ്യന്മാരൊക്കെ എത്ര ഭയങ്കര യോഗ്യന്മാരാണ്, പക്ഷെ വചനം അറിഞ്ഞിട്ടും വചനപ്രകാരം നടക്കാതെ ലോക ഭയത്താല് ലോകത്തിന്റെ ആഗ്രഹങ്ങളാല് അകപ്പെട്ടു പോയിട്ട് ദൈവത്തെ നിന്ദിച്ച് ദൈവത്തിന്റെ വഴികൾ വിട്ട് നടന്ന് ഭൂതഗ്രസ്തന്മാരെ പോലെ ആയിത്തീരുന്ന അവസ്ഥകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളിൽ തന്നെ ഉള്ളവനായി നമ്മളിൽ വസിക്കുന്നവനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അല്പമേ വേണ്ടൂ, നമുക്ക് അല്പമേ കഴിവുള്ളൂ. ആ കഴിവ് വെച്ച് തന്നെ നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ എത്ര അത്ഭുതമാണെന്ന് നമുക്ക് ജനത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നു. നല്ല നാവോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ ധൈര്യം തരുന്ന ദൈവം നമ്മളുടെ കൂടെ തന്നെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കഷ്ടതകളുണ്ട്. നമ്മൾ സമ്പന്നതയിൽ നിന്നവർ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി തീരും. അപ്പൊ ജനം നിങ്ങളെ നോക്കി പറയും, നിങ്ങൾ ദൈവത്തിന്റെ സഭയിലൊക്കെ പോകുന്നില്ലേ, നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങളുടെ ദൈവം എവിടെയാന്ന് ചോദിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലുണ്ട് ദൈവം. നമ്മുടെ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അത് ഒരു പുറത്തു നിന്നൊരു നോക്കുന്ന ഒരു മനുഷ്യനും അത് കാണത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസം ദുരിതങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ, മർദ്ദനങ്ങളുടെ നടുവിൽ നമ്മൾ ആ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നവൻ നമുക്ക് മുന്നോട്ട് പോകാൻ തരുന്ന ധൈര്യം. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല മഹിമയുടെ ദിവസം എന്ന് നമുക്ക് പറയാൻ ദൈവം ഒരു ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്ന് ഈ ജാതികളോട് നമുക്ക് പറയാം, നിങ്ങൾ കണ്ടോ ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സഹനങ്ങളിൽ ഇത്രത്തോളം ധൈര്യത്തോടെ പോയി, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവൻ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് പറയുവാൻ കഴിയുന്ന നല്ല വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുവാൻ ദൈവം സർവേശ്വരൻ നമ്മളെ സഹായിക്കട്ടെ.